ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് മെറ്റബോളൈറ്റ് ഡാറ്റാബേസസ് അഥവാ മെറ്റബോളിക് നെറ്റ്വർക്ക് റീകൺസ്ട്രക്ഷനെ കുറിച്ചിട്ടാണ്. ഈ മെറ്റബോളൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരണം മെറ്റബോളിക്സിനെ കുറിച്ചിട്ട്. അത് ജീനോമുമായിട്ട് അല്ലെങ്കിൽ മോളിക്കുലർ ഫിസിയോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണെന്ന് ഓർക്കണം. അതിനൊരു എക്സാമ്പിളാണ് KEGG, ക്യോട്ട എൻസൈക്ലോപീഡിയ ഓഫ് ജീൻസ് ആൻഡ് ജീനോം. അത് ഒരു ഡാറ്റാബേസാണ്. അത് എന്തിൻ്റെ ഡാറ്റാബേസാണ്? പ്രോട്ടീൻസ്, ജീൻസ്, അതിൻ്റെ റിയാക്ഷൻസ്, അതിൻ്റെ പാത്ത് വേനെ കുറിച്ചിട്ടുള്ള ഒരു ഡാറ്റാബേസാണ്. അതിൽ വെച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും ജീൻസിനെ ബേസ് ചെയ്തിട്ട്. അത് മെയിൻലി 3 ഗ്രൂപ്പായി തരംതിരിച്ചിട്ടുണ്ട്. അതാണ് സിസ്റ്റംസ് ഇൻഫർമേഷൻ, ജീനോമിക് ഇൻഫർമേഷൻ ആൻഡ് കെമിക്കൽ ഇൻഫർമേഷൻ. ജീനോമിക്കും കെമിക്കൽ ഇൻഫർമേഷനും എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യാണ്? മോളിക്കുലർ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ്. അതായത് നമ്മളുടെ ലൈഫിനെ ബന്ധപ്പെട്ടിട്ടുള്ള കെമിക്കൽസിനെയും ജീനോമിക്സ് വാല്യൂസിനെയും കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ സിസ്റ്റമിക് ഇൻഫർമേഷൻ ഉദ്ദേശിക്കുന്നത് ബയോളജിക്കൽ സിസ്റ്റമാണ്, അതായത് സെല്ല്, ഓർഗാനിസം, അങ്ങനെ. സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു സൈറ്റിലേക്ക് പോയാൽ മതി. ആക്ച്വലി എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എഴുതുകയാണെങ്കിൽ KEGG എന്താണെന്നും അതുപോലെ തന്നെ അതിൻ്റെ 3 ഇൻഫർമേഷൻസ്, ഈ സിസ്റ്റമിക്, ജിനോമിക്, കെമിക്കൽ, ഈ 3 കാര്യങ്ങളും ദെൻ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. താങ്ക് യു സോ മച്ച്. ബൈ.